ഹായ്, അനുമോദ് സാറാണ്. എടാ, നമ്മുടെ പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് വരുന്ന ഒരു ചാപ്റ്ററിലുള്ള ഒന്നാണ് നമ്മുടെ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ. വൃത്തങ്ങൾ എന്ന് പറയുന്ന വൃത്തങ്ങളും കോണുകളും. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, സൈക്ലിക് കോർഡിലേറ്റർ എന്താണ് എന്നുള്ളത്. ഓക്കെ, ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വരുന്നൊരു ചോദ്യമാണ്, വിച്ച് ഈസ് ഓൾവേസ് എ സൈക്ലിക് കോർഡിലേറ്റർ. എല്ലായ്പ്പോഴും ചക്രീയമാകുന്ന ചതുർഭുജം ഏതാണ് എന്ന് പറയുന്ന ഒരു ചോദ്യം. മക്കൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഇതിലെപ്പോഴും ചക്രീയമാകുന്ന ആൾ എന്ന് പറയുന്നത് സ്ക്വയർ ആണ്, സമചതുരമാണ്. സമചതുരം എപ്പോഴും എന്താണ്? ചക്രീയമാണ്. ചിലപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ അഡീഷണൽ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരാളാണ് ആര്? ഐസോസിലസ് ട്രപ്പീസിയം. ആരാണ്? ഐസോസിലസ് ട്രപ്പീസിയം, അതായത് സമപാർശ്വലംബകം. സമപാർശ്വലംബകം നമ്മുടെ 2026 മാത്തമാറ്റിക്സ് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഏത്? സൈക്ലിക് കോർഡിലേറ്ററിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം.